അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ന് കേരളത്തിന് മുകളിലൂടെ കടന്നുപോകുമെന്നാണ് അമച്വർ വാന നിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറയുന്നത്. ഇന്ന് രാത്രി ഏകദേശം 7:25 കേരളത്തിന്റെ ആകാശത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ദൃശ്യമാകും. തെക്ക് പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന ബഹിരാകാശ നിലയം വടക്ക് കിഴക്കൻ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ശുക്രന്റെയും ചന്ദ്രന്റെയും സമീപത്തുകൂടി നീങ്ങി 7:30 വടക്ക് കിഴക്കൻ മാനത്ത് ഇത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. കേരളത്തിൽ എല്ലായിടത്തും ഇന്ന് രാത്രിയിൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കാണാനാകും. എന്നാൽ പ്രാദേശികമായി സമയത്തിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലയിടങ്ങളിൽ ശുക്രനെയും ചന്ദ്രനെയും മറ്റും മറച്ചുകൊണ്ടാകും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കടന്നുപോകുന്നത്. 357 അടി നീളവും 240 അടി വീതിയും 89 അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ ആകാശ കപ്പൽ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഉയരത്തിലൂടെ മണിക്കൂറിൽ ഏതാണ്ട് 27,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. സുനിത വില്യംസ് അടക്കം 7 ബഹിരാകാശ യാത്രികരാണ് ഇപ്പോൾ ഈ നിലയത്തിനുള്ളിൽ ഉള്ളത്. നമ്മുടെ ഒരു സാധാരണ മൊബൈൽ ക്യാമറയിൽ ഇതിന്റെ വീഡിയോ ദൃശ്യം പകർത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വാസയോഗ്യമായ കൃത്രിമ ഉപഗ്രഹമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS എന്ന ഈ ബഹിരാകാശ നിലയം. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ 11 യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്തമായ ഒരു പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രതിദിനം 15.7 ഭ്രമണങ്ങൾ പൂർത്തിയാക്കുന്ന ഇത് 330 കിലോമീറ്ററിനും 410 കിലോമീറ്ററിനും ഇടയിലുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലുപ്പം കൂടിയ കൃത്രിമ വസ്തുവാണ് ഈ നിലയം. റഷ്യയുടെ പ്രോട്ടോൺ സോയൂസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഏറെ വർഷങ്ങളെടുത്ത് വിവിധ മോഡ്യൂളുകളായി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലുപ്പവും ഏകദേശം 4,30,000 കിലോഗ്രാം ഭാരവുമുണ്ട്. ബഹിരാകാശത്ത് മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ നിർമ്മിതിയാണത്. 1998 വിക്ഷേപിച്ച ഈ നിലയത്തിൽ 2000 മുതൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യവുമുണ്ട്. വാസ്തവത്തിൽ ഇത് 15 വർഷം വരെ പ്രവർത്തിക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ 2028 ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ തീരുമാനം. എന്നാൽ 2030 വരെ പ്രവർത്തിക്കാനുള്ള ശേഷിയും കരുത്തും ഈ നിലയത്തിനുണ്ടെന്നും അതുവരെ പ്രവർത്തനം തുടരാനുമാണ് നാസയുടെ പദ്ധതി. എന്തായാലും 7:30 മുന്നേ മൊബൈലോ ക്യാമറയോ എടുത്ത് തയ്യാറായി നിൽക്കുക. എല്ലാ ദിവസവും വാർത്തകളിൽ നിറയുന്ന സുനിത വില്യംസ് അവർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ സ്പേസ് സ്റ്റേഷൻ നമുക്കിന്ന് കാണാൻ കഴിയും എന്ന് തന്നെ കരുതാം. സുനിത വില്യംസും ബുഷ് വിൽമോറും ഫെബ്രുവരിയിൽ മടങ്ങിയെത്തും എന്നാണ് കരുതുന്നത്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റിലായിരിക്കും ഇവരുടെ മടക്കയാത്ര.